പന്തളം ബസ് സ്റ്റാൻഡ് ഇനി സ്വാമി അയ്യപ്പൻ ബസ് സ്റ്റാൻഡ്. പന്തളം നഗരസഭ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന് സ്വാമി അയ്യപ്പൻ എന്ന പേര് നൽകി നഗരസഭ. കഴിഞ്ഞ ദിവസമാണ് BJP ഭരിക്കുന്ന കൗൺസിൽ പേരിട്ടത്. സ്വാമി അയ്യപ്പൻ നഗരസഭ ബസ് സ്റ്റാൻഡ് എന്നാണ് പുതിയ പേര്. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, തികച്ചും അനുയോജ്യമായ പേരെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? രോഹിണി, തീർച്ചയായിട്ടും ശബരിമലയുമായി ഐതിഹ്യപരമായിട്ടും ആചാരപരമായിട്ടുമൊക്കെ ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ഥലമാണ് പന്തളം എന്ന് പറയുന്നത്. ഭഗവാന്റെ അല്ലെങ്കിൽ അയ്യപ്പൻ വളർന്ന പന്തളം കൊട്ടാരമടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പന്തളം നഗരസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സ്വാമി അയ്യപ്പൻ നഗരസഭ ബസ് സ്റ്റാൻഡ് എന്നാണ് പുതിയതായിട്ട് നഗരസഭ പണി കഴിപ്പിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ ഈ പേര് നിർദ്ദേശിക്കുകയുണ്ടായത്. BJP ആണ് പന്തളം നഗരസഭ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്വാമി അയ്യപ്പൻ, അല്ലെങ്കിൽ മറ്റൊരു കൗൺസിലാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു പേരിലേക്ക് പോലും കാര്യങ്ങൾ എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ പേര് സംബന്ധിച്ച് പല വിവാദങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മുഗളന്മാരുടെയും അതോടൊപ്പം തന്നെ നമ്മളെ അടക്കി ഭരിച്ചിട്ടുള്ള പല ആളുകളുടെയും പേരുകളൊക്കെ ഉണ്ട്. അടിമത്തത്തിൻ്റെ ഇപ്പോഴും പേരുകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ പോലും ഇങ്ങനെ തുടച്ചു നീക്കി വരുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പന്തളത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ അതിന് സ്വാമി അയ്യപ്പൻ എന്നുള്ള പേര് തന്നെ അല്ലാതെ മറ്റൊരു പേരും ഉചിതമാകില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നഗരസഭാ കൗൺസിൽ ഈ ഒരു പേര് നിർദ്ദേശിക്കുകയും ആ ഒരു പേര് പുതിയ നഗരസഭാ ബസ് സ്റ്റാൻഡിന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നിലവിൽ ഇതുവരെ മറ്റൊരു എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നഗരസഭാ കൗൺസിൽ എന്തായാലും ഈ ഒരു തീരുമാനവുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. രോഹിത്.